അതെ. അതാ ഞങ്ങൾ കടയിലേക്ക് ഇങ്ങനെ നടക്കുവാണേ. ഹലോ കൂട്ടുകാരുടെ പുതിയ വീഡിയോക്ക് വീണ്ടും സ്വാഗതം. ഇപ്പൊ ഞങ്ങൾ കടയിൽ പോകും, കടയിൽ പോകും. പിന്നെ കാണിക്കാം. എന്ത് കാണിക്കാന്ന്? ലൈം സോഡ വാങ്ങിക്കാൻ പോവാ. ലൈം സോഡ അല്ല കേട്ടോ, ജ്യൂസ് ഇല്ലേ, സ്പ്രൈറ്റ് പോലത്തെ ജ്യൂസ്, അതിന് പറയുന്നതാണ് ലൈം സോഡ. ആണ് അതിന്റെ പേര് എന്താന്ന് കറക്റ്റ് ശാമിലേക്ക് അറിയത്തില്ല. അപ്പൊ അത് പറയുന്നതാണ് ലൈം സോഡ മേടിക്കാൻ പോവാ. ലൈം സോഡ എന്നാണ് പേരെന്ന് അറിയാവുന്നത്. വാട്ടർമെലൻ കഴിച്ചിട്ട് അത് പോവാ. വാട്ടർമെലൻ കഴിക്കണം, കാണിക്കവരെ. ഞങ്ങൾ വാട്ടർമെലൻ തിന്നുക, നിങ്ങൾക്ക് വേണോന്ന് ചോദിക്കുക. നിങ്ങൾക്ക് വേണോ? അപ്പൊ നമ്മൾ കടയിൽ പോയിട്ട് കാണാന്ന് പറയാം. അപ്പൊ കടയിൽ പോയിട്ട് കാണാം. പല്ല് പോയിട്ട് ഇന്നാൾ കാണിച്ചു. എപ്പോഴും പല്ല് പോയിട്ട് കാണിക്കണ്ട. അപ്പൊ ഞങ്ങൾ കടയിൽ പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. അത് കഴിഞ്ഞ ദിവസം നാളാൻ വേണ്ടി ചിലപ്പോൾ അവിടെ നിന്ന് കസാട അടുക്കിയെല്ലാം വെച്ചിട്ട് അതായത് ഞാൻ ഇടുന്നതാണ് ഫോൺ നോക്കി. അന്നേരം ഊണത് വീണു. അന്നേരം വീണപ്പോൾ അല്ലെങ്കിൽ കാലിലും മേഘത്തും ഒന്നും പറ്റിയില്ല. പിന്നെ പല്ല് മാത്രമേ പോയുള്ളൂ, പിന്നെ ഒന്നും പറ്റില്ല. ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ വീഡിയോ. ഇനി പുതിയ വീഡിയോക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ്. ഹലോ, അപ്പം നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഭയങ്കര വെയിലാണ്. വെയിലായതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പം തൊട്ടടുത്താട്ടോ കട, ദൂരം എങ്ങും പോകണ്ട. ഷാമിക ദാണ്ട ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദാണ്ട് ഇവിടെ ഇങ്ങനെ വെയിൽ കൊണ്ട് ഇങ്ങനെ വേർത്ത് നിൽക്കുകയാണ്. അപ്പം നമുക്കിനി കടയിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അതാ ഞങ്ങൾ കടയിലേക്ക് ഇങ്ങനെ നടക്കുവാണ്. നല്ല വെയിൽ. തൊപ്പി വെക്കാൻ പറഞ്ഞിട്ട് തൊപ്പിയൊക്കെ ഊരി കേട്ടോ. ഭയങ്കര വെയിലാണ്. വെയിലത്ത് തൊപ്പി വെക്കാൻ പറഞ്ഞപ്പോൾ തൊപ്പി ഇങ്ങനെ തലയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ തലയിൽ ഇങ്ങനെ ആവി എടുക്കുകയെന്ന് പറഞ്ഞ് അവൾ തൊപ്പിയൊക്കെ ഊരി. എന്നിട്ട് പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് തൊപ്പിയൊക്കെ വീണ്ടും തലയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഒത്തിരി ദൂരമൊന്നുമില്ല. ഇതാ ആ എണ്ട് കണ്ട ലാസ്റ്റ്, അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയാൽ നമ്മുടെ കട എത്തും കേട്ടോ. അപ്പോൾ നമ്മളിടയ്ക്ക് സാധനമൊക്കെ മേടിക്കാൻ പോണ കടയാണ്. വലിയ കടയൊന്നും അല്ല, ചെറിയൊരു കട. അപ്പോൾ കുട്ടികളൊരാഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ എപ്പോഴും അങ്ങനെ ആഗ്രഹം പറഞ്ഞാൽ അങ്ങനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പാടില്ല. വീണ്ടും തൊപ്പിയെടുത്ത്. അതെ, എപ്പോഴും അങ്ങനത്തെ ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കരുത്. വല്ലപ്പോഴൊക്കെ അവർ പറയുന്ന ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കഴിച്ചപ്പോഴത്തേക്കിന് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ഇതേ പശുവിൻ്റെ ചാണകം കിടക്കുന്ന ചവിട്ടുണ്ട്. കണ്ടോ ബൈക്ക് ഓടിക്കുന്നത് കണ്ടോ? നല്ല ചൂട്, നല്ല വെയിൽ. മഴയൊന്നുമില്ല കേട്ടോ ഇവിടെ. മഴയൊക്കെ കഴിഞ്ഞ എന്നാണ് ജൂലൈയിലൊക്കെ നല്ല മഴയല്ലായിരുന്നു. ജൂലൈ അല്ല, ലാസ്റ്റ് മഴ പെയ്തേ ഒക്ടോബർ നവംബറിലെങ്ങാണ്ടാന്ന് തോന്നുന്നു ലാസ്റ്റ് മഴ. അതിനുശേഷം മഴയൊന്നുമില്ല കേട്ടോ. നല്ല വെയിൽ തന്നെ, വെയിൽ ഒരു രക്ഷയില്ല. ഇതാണ്ട പശു കിടക്കുന്നു. ഈ സൈഡിൽ കൂടെ പോ. പാട്ടൊക്കെ പാടി ഞങ്ങളിങ്ങനെ പതുക്കെ കടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുടയൊക്കെ ചൂടി. അപ്പോൾ നമുക്ക് കടയിൽ ചെന്നിട്ട് ഇനി കാണാം. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് ചിലപ്പോൾ കടയൊക്കെ അടച്ചിടുവേ. തുറന്നിട്ടുണ്ടോ? തുറന്നിട്ടുണ്ട്. കട തുറന്നിട്ടുണ്ട്. 2-3 കടയുണ്ട്. അതിലൊരു കട തുറന്നിട്ടുണ്ട്. ഭാഗ്യം ഇതാ കാണുന്നുണ്ടോ? കട തുറന്ന്. അയ്യോ, വെയിൽ കുറഞ്ഞ് തണലത്ത് വന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് ചെല്ലട്ടെ. അതെ, ഐസ്ക്രീമാ?
അപ്പം വെള്ളം മേടിക്കാനാന്ന് പറഞ്ഞിട്ട് ഇനി ഐസ്ക്രീം ആക്കിയാ? കണ്ടോ, എൻ്റെ അടുത്ത് വെള്ളം മേടിക്കാനാ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഐസ്ക്രീം മേടിക്കാനാ വന്നേന്ന്. അപ്പം മേടിക്കട്ടെ കേട്ടോ. പോകാം, വാ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാ കേട്ടോ. ഒരാൾ ഐസ്ക്രീമൊക്കെ തിന്നുകൊണ്ട് വരണുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുക കേട്ടോ. ജ്യൂസ് മേടിക്കാൻ പോയാൽ ഞങ്ങൾ ഐസ്ക്രീം മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു. സബ്സ്ക്രൈബ്. താങ്ക് യു. വെൽക്കം.